ആ കിടപ്പിന്റെ മട്ടും പ്രകൃതവും കണ്ടിട്ട് ശരി പെശയാണല്ലോ. കുറെ നേരമായിട്ട് ആൾ ഈ ലോകത്തങ്ങ് വല്ലാതും തോന്നുന്നല്ലോ. അല്ലേ പറയാം? சின்ன வயசு ஒண்டிக்கட்டு நினைக்கிறதுக்கு எவ்வளவோ விஷயங்கள் இருக்கும். എവിടെ പോയിരുന്നു രണ്ടുപേരും കൂടെ? അതെ, ഞങ്ങള് நாங்க படம் பார்க்க போயிருந்தோம். எம்ஜிஆர் படம். எங்க வீட்டு பிள்ளை. അത് പഴയ പടമല്ലേ? அதுக்கு இப்ப என்ன? பழசானாலும் அண்ணன் படம் தானே. പടം പാക്കണത് എംജിആർ പടം പാക്കണം. ഈ പടം ഞാൻ എന്റെ കൂടെ തന്നെ 4ാമത് പ്രാവശ്യം കാണുന്നത്. ഞാൻ അറിയാത്ത പ്രാവശ്യം കണ്ടു ആർക്കറിയാം. കേട്ടവരെന്താ, എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഈ സിനിമയോടുള്ള ഒരു ഭ്രമം മാത്രമേ ഉള്ളൂ. അല്ല, അതിപ്പോ ഒരു ദുസ്വഭാവമാണെന്ന് എങ്ങനെയാ പറയുക? നമ്മളെ എന്തെല്ലാം പൊട്ട സ്വഭാവങ്ങൾ ഇവർ സഹിച്ചു തരുന്നു. അപ്പൊ നമ്മളാണുങ്ങള് ഇത് കുറെ കണ്ടില്ല കേട്ടില്ല നടിക്കുക. അല്ല, കല്യാണം കഴിച്ചില്ല തന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പടം പാത്തിരിക്ക ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അതെ, അകത്ത് പോയി ഇത്തിരി കാപ്പി ഇട്ട് തന്ന ഉപകാരമായിരുന്നു. ഒരു വീടിങ്ങ. അല്ല രാഘവേട്ടാ, ഇത്രയും ധാരണയും പൊരുത്തവും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടും, അല്ല എന്നൊരു സംശയം കൊണ്ട് ചോദിച്ചാണേ, നമ്മുടെ ഭാഷ ചേച്ചി ഇതുവരെ പഠിക്കുകയോ തമിഴ് രാഘവേട്ടൻ പഠിക്കുകയോ ചെയ്യാത്തത് എന്താ? അതെ, ചോദിക്കുമ്പോ സത്യം പറയണല്ലോ. എന്നെ തമിഴ് പഠിപ്പിക്കാൻ മരകതവും മരകതത്തിനെ മലയാളം പഠിപ്പിക്കാൻ ഞാനും കൊണ്ടുപിടിച്ച് ശ്രമിച്ചു കുറെ കാലം. എന്നിട്ട് ഒടുവില് മരകതത്തിന്റെ മലയാളവും എന്റെ തമിഴും കേട്ടപ്പോ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ക്രൂരകൃത്യം എന്ന് വിചാരിച്ച് രണ്ടുപേരും ആയുധം വെച്ച് കീഴടങ്ങി. മനസ്സുകൾ തമ്മിൽ പൊരുത്തമുണ്ടെങ്കിൽ പിന്നെ മിണ്ടാനെന്തിനാ ഭാഷ? എന്താ ആരതി, പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിയാ? நாளைக்கு சைதாப்பேட்டையில. அப்ப நல்ல கோளாയിരിക്കുമല്ലോ. பாக்கிறதுக்கு வருவீங்களா? വരുമോന്ന്? എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണെന്നോ. അത് റിക്കാർഡ് ഡാൻസ്. അവരെയും കൂട്ടിട്ട് വരീங்களா? അയ്യോ, എന്നെ വിട്ടേര്. എനിക്ക് ഈ റിക്കാർഡ് ഡാൻസ് എന്ന് പറയുന്നതേ ഇഷ്ടമല്ല. ആനന്ദി, அப்பா கூப்பிடுறாரு, நான் வரேன். என்ன அந்த ஆட்டக்காரிய பார்த்தோன்னே காப்பி குடிக்கணுங்கிற ஆசையே போயிடுச்சா? എന്താ കാപ്പി കൊണ്ടുവരാത്തേ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്നു. എന്താ ഇതാണ് കല്യാണം കഴിച്ചാലുള്ള ഒരേ ഒരു അപകടം. ഉള്ളിൽ ഒരു ദുർദ്ദേശം ഇല്ലെങ്കിലും ശരി, നമ്മൾ വേറൊരു പെണ്ണ് നോക്കിയോ തീർന്നു. என்ன ஆனந்தி, டான்ஸ் ரிஹர்சல் செய்யறேன்னு சொன்னா நீ இங்க வந்து நிக்கிறீங்க, பாட்டு மட்டும் உள்ள ஓடிக்கிட்டு இருக்கு. போகல, எப்ப பார்த்தாலும் உனக்கு அந்த மலையாளத்தால பாக்குறத வேலையா போச்சு. போ. आओ जी आओ
അരകതോ ഇതാ വന്നിട്ടേ ഇതാ കാപ്പി കുടിച്ചിട്ട് പോ. ഇതാ. മതി. ഉം. രാഘവേട്ടാ, രാവിലെ കറക്കാനിറങ്ങിയതാ. പോകാതെ പറ്റുമോ? നിനക്ക് ഞായറാഴ്ച വീട്ടിൽ കുത്തിയിരിക്കാം. നമുക്കത് പറഞ്ഞിട്ടുണ്ടോ? അല്ല, എല്ലാ ഞായറാഴ്ച ഉച്ചവരെ കിടന്ന നാളെ നീ എന്താ രാവിലെ എഴുന്നേറ്റെ? അത് ഒരിടം വരെ പോവാനുണ്ടായിരുന്നു. ശരി, പോട്ടെ. ആ. குளிச்சிட்டீங்களா? പഠിക്കണമെന്നുള്ള ചിന്ത ഒറ്റ എണ്ണത്തിനില്ല. ഞായറാഴ്ചയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. നാണം കെട്ട ചവറ്റകൾ. അയ്യോ, എന്നെ വീട്ടിലറിഞ്ഞോ കൊല്ലും. വേണ്ട വേണ്ട. എനിക്ക് ശ്രീദേവി ഒന്ന് കാണണം. ശ്രീദേവി സെക്കൻഡ് ഇയർലിയോ ഫൈനൽ ഇയർലിയോ? അത് ശ്രീദേവി ചാറ്റർജിയോ ശ്രീദേവി മേനോനോ? മലയാളിയാണ്. അപ്പൊ പിന്നെ ചാറ്റർജി ആവൂല. വരൂ. ഇവിടെ ഇരിക്കൂ. എന്താ എന്താ? അനന്തനല്ലേ? അതെ, ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? അതെ, സിമ്പിൾ. ഒന്ന്, ഇന്ന് എനിക്ക് വേറെ വിസിറ്റർ വരാനില്ല. പിന്നെ അനന്തൻ വരുന്നത് ഞാൻ ടെറസിന്റെ മുകളിൽ നിന്ന് കണ്ടായിരുന്നു. തലയൽപ്പം ചരിച്ച് എവിടേക്കോ ഇങ്ങനെ മുഖമുയർത്തി നോക്കി ഗൗരവത്തിനുള്ള അതേ പഴയ നടത്തം തന്നെ. പക്ഷെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശ്രീദേവി എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ആഹാ, എങ്ങനെ മനസ്സിലാവാനാണ്? ഇങ്ങനെ ഒരാളിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിലല്ലേ.
വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. അല്ല, ഞാൻ വെറുതെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി, അത്രമാത്രം. ശ്രീദേവിക്ക് തിരക്കുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്ത് തിരക്ക്? വൈകിട്ട് 7 മണി വരെ ആരും ചോദിക്കാനില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ. നമുക്ക് ആ ലോണിൽ നിന്ന് സംസാരിക്കാം. അല്ല, ഇരിക്കണമെന്നില്ല, നമുക്കിവിടെ നിന്നുകൊണ്ട് സംസാരിക്കാം. നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്തിനാണ്? അവിടെ പോയി സൗകര്യമായിട്ട് ഇരുന്ന് കുറച്ച് ലാത്തി ഫിറ്റ് ചെയ്യാം. വരൂന്നേ. ഇരിക്കൂ. ഹായ് ശ്രീദേവി. ഹലോ. നല്ല ആളാണ് അനന്തൻ. എന്ത്? അന്ന് എന്റെ കയ്യിൽ നിന്ന് 5 രൂപയും വാങ്ങിച്ചുകൊണ്ട് സ്ഥലം വിട്ടതല്ലേ. സത്യത്തിൽ എന്തോ അത്യാവശ്യത്തിനാണെന്ന് കരുതിയ ഞാനെന്നാ രൂപ തന്നത്. പിറ്റേന്ന് അനന്തനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോഴില്ലേ ഞാൻ കാണിച്ച മഠയത്തിനും മനസ്സിലായത്. അമ്മയുടെ കയ്യിൽ നിന്ന് ശരിക്കും അടിയും കിട്ടി. ചിലപ്പോൾ ഞാനെന്നാ രൂപ തന്നില്ലായിരുന്നെങ്കിൽ അനന്തം പുറപ്പെട്ടു പോവില്ലായിരുന്നു, അല്ലേ? അന്ന് ശ്രീദേവി ആ രൂപ തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ കട ഇതേവരെ വീട്ടിയില്ല. ഇരിക്കട്ടെ, പലിശ സഹിതം ഞാൻ വാങ്ങിച്ചോളാം. അല്ല, അനന്തൻ എന്ന് പോന്ന ശേഷം നാട്ടിലേക്ക് വന്നിട്ടേ ഇല്ലല്ലോ. ഇപ്പോഴും വെറുപ്പ് മാറിയില്ലേ? അങ്ങനെയൊന്നുമില്ല, പോകാറില്ല, അത്ര തന്നെ. അനിയത്തിമാര് വളർന്നു, അച്ഛൻ കിടപ്പിലുമായി. വർഷങ്ങളോളം കാണാതായപ്പോ മാസാമാസമുള്ള മണിയോടൽ മാത്രമായി അമ്മയുടെയും ശ്രദ്ധ. അത് മുടക്കാറില്ല. പാവം പൊന്നമ്മ. അനന്തന്റെ കാര്യം പറയുമ്പോൾ കണ്ണു നിറയും. അതിരിക്കട്ടെ, അമ്മയ്ക്കൊക്കെ സുഖാണോ? എന്റെ അമ്മയ്ക്കോ? അമ്മ മരിച്ചിട്ട് 2 വർഷമാവുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല. അനന്തൻ എവിടെയാ താമസിക്കുന്നത്? കുറച്ച് പോണം, ഒരു ചെറിയ വീട്ടില്. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. സത്യത്തിൽ അനന്തൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞതും ഇന്നിങ്ങനെ കാണാൻ തരപ്പെട്ടതും എനിക്ക് എത്ര സന്തോഷമായിരുന്നു. ഞാനിടയ്ക്ക് ഫോൺ ചെയ്യും, ശല്യപ്പെടുത്തും. ആയിക്കോട്ടെ. മിണ്ടാനും പറയാനും അടുപ്പം തോന്നുന്ന ഒരാളുണ്ടാവുമെന്ന് വെച്ചാൽ അതൊരു സുഖമല്ലേ? ഇനി ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ധൃതിയായോ? അതുകൊണ്ടല്ല. വേറെ എവിടെങ്കിലും പോകാനുണ്ടാവുമല്ലേ? അത് അല്ല. ഇറ്റ്സ് ഓക്കെ. അടുത്ത് തന്നെ വീണ്ടും വരില്ലേ? എപ്പോഴും വന്നാൽ അതൊരു അസൗകര്യമാവും. എനിക്കോ? സന്തോഷമേ ഉള്ളൂ. എങ്കിൽ വരാം. വരട്ടെ. ആ.